ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം പ്രയാഗ്രാജ്. ഗംഗാനദിയുടെ തീരത്ത് ഓരോ 12 വർഷത്തിലും ഒരു മാസ്മരിക നഗരം ഉയർന്നുവരുന്നു. കുംഭമേള എന്ന മഹോത്സവത്തിന്റെ വേദി. റോഡുകൾ, പാലങ്ങൾ, ശൗചാലയങ്ങൾ, ഭവനങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ഒരു താൽക്കാലിക മഹാനഗരം ദശലക്ഷക്കണക്കിന് ഭക്തരെ ഉൾക്കൊള്ളുന്നതിനായി നിലത്തുനിന്ന് ഉയർന്നുവരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനങ്ങളുടെ ഒത്തുചേരലായ മഹാകുംഭമേളയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വർഷം 400 ദശലക്ഷത്തിലധികം സന്ദർശകർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റഷ്യയുടെ ജനസംഖ്യയുടെ ഏകദേശം 3 ഇരട്ടി. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യസംഗമമായി മാറുന്നു. 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഹിന്ദു തീർത്ഥാടനമാണ് ഈ പരിപാടി. പുണ്യഗംഗ, യമുന നദികളിൽ മുങ്ങിക്കുളിക്കുകയാണ് ഈ മഹോത്സവത്തിന്റെ പ്രധാന ഇനം. ജനക്കൂട്ടത്തിലെ തിക്കിലും തിരക്കിലും ആൾക്കൂട്ടത്തിന്റെ വിറളിയോട്ടം, വേർപിരിയൽ, കുട്ടികൾ കൈവിട്ടു പോവുക, മഹാകുംഭത്തിന് ഇതിനൊക്കെ പ്രശസ്തിയുണ്ട്. എന്നാൽ ഈ വർഷം പങ്കെടുക്കുന്ന എല്ലാവർക്കും സുരക്ഷിതവും സുഗമവുമായ അനുഭവം ഉറപ്പാക്കാൻ ഇന്ത്യൻ സർക്കാർ $813 മില്യൺ അനുവദിച്ചിട്ടുണ്ട്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിപാടി ഒരു പ്രധാന മാറ്റത്തിന് വിധേയമായി. AI നിയന്ത്രിത പാർക്കിംഗ് സംവിധാനങ്ങൾ മുതൽ അണ്ടർ വാട്ടർ ഡ്രോണുകൾ വരെ. മഹാകുംഭം ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ഒരു പ്രദർശനമാണ്. എന്നാൽ മഹാകുംഭമേള വെറുമൊരു ആത്മീയ പരിപാടി മാത്രമല്ല, വലിയൊരു സാമ്പത്തിക അവസരം കൂടിയാണ്. ഈ പരിപാടിയിൽ നിന്ന് $23 ബില്യൺ വരുമാനം സൃഷ്ടിക്കുമെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. പൂക്കൾ മുതൽ വെള്ളക്കുപ്പികൾ വരെ പരിപാടിയിൽ ഉപയോഗിക്കുന്ന ഓരോ ഇനവും ഒരു ബിസിനസ് അവസരമാണ്. ഇന്ത്യയുടെ സാംസ്കാരികവും സാമ്പത്തികവുമായ സ്ഥിരതയുടെ തെളിവാണ് മഹാകുംഭമേള. മഹാകുംഭമേള ആരംഭിക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് ഭക്തർ പ്രാർത്ഥിക്കാനും കുളിക്കാനും ആത്മീയ പ്രബുദ്ധത നേടാനും ഒത്തുചേരും. ഈ ഹൈടെക് മേക്ക് ഓവർ ഫലം കാണുമോ? കാത്തിരുന്നു കാണാം.